ശ്രീ കെ അനിൽകുമാർ കൂടി ടെലിഫോണിലുണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊന്നും മിണ്ടുന്നില്ല. അവരുടെ യുവ നേതാവിനെ സംരക്ഷിക്കാനുള്ള പെടാപ്പാടിലാണോ? എന്ത് പറയുമെന്ന കാര്യത്തിലുമൊക്കെ അവർക്ക് വല്ലാത്ത ഒരാശങ്കയും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടാകാം. അല്ല, നീലപ്പെട്ടി ആരുടെയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആ നീലപ്പെട്ടി ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. നിരവധിയായ നേതാക്കന്മാർ, അവരുടെ ഭാര്യമാരും മക്കളും ഈ വ്യക്തിയുടെ ലൈംഗിക ചൂഷണത്തിനിരയായി. ഈ കാര്യം നേതാക്കളോട് പറഞ്ഞിട്ടും ഈ വ്യക്തി പ്രതികരിച്ചതുപോലെ ഹൂ കെയേഴ്സ്, ഇതാ പ്രസ്ഥാനത്തിന്റെ സ്ഥായിയായ സ്വഭാവമായിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് മഹിളാ കോൺഗ്രസ് പിരിച്ചുവിടണം. ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവരുടെ മഹിളാ സംഘടന പിരിച്ചുവിടണം. മുമ്പ് സ്ത്രീകളെ കോൺഗ്രസിന്റെ ആഫീസിൽ കൊന്ന് കെട്ടിത്തൂക്കി കുഴിച്ചിട്ട അനുഭവമൊക്കെ ഉണ്ടല്ലോ നിലമ്പൂര്. ഇവര് ജീവനോടെ അവശേഷിച്ചതിൽ നന്ദി പറയണം. ഇങ്ങനെതിരെ ഇരകൾ ജീവനോടെ അവശേഷിച്ചതിന് വേണമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണേൽ പറയാം. അത്രത്തോളം ചെയ്തിട്ടില്ല. പക്ഷേ വളരെ ഗുരുതരമായ സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നത്. ഇത്തരം വ്യക്തികളെ മാധ്യമങ്ങൾ വലിയ പിന്തുണ കൊടുത്ത് മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന റാങ്കിങ്ങിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ 80 വയസ്സിലേറെ എത്തിയ മുഖ്യമന്ത്രിയെ എടാ പോടാ വിളിക്കാൻ വരെയുള്ള ലൈസൻസ് ഈ വ്യക്തിക്ക് മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം അയാളുടെ തന്റെ ഇടം കൊണ്ടാണ് എന്നാണ് പല ആളുകളും പറയുന്നത്. ഒരു തന്റെ ഇടമല്ല. ഇത്തരം ഏത് പ്രവർത്തനത്തിനും മൂടുപട വിടാൻ മാധ്യമങ്ങൾ ഉണ്ട് എന്നതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ വസ്തുതകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ ഇരകളായ ആളുകൾ പുറത്തു വന്നില്ല, അവർ തുറന്നു പറഞ്ഞില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ് തന്റെ അനുഭവം ഒരാൾ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തിയാൽ ആരാണ് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി. ഒന്ന്, 3.5 കൊല്ലത്തിനിടയ്ക്ക് ജനപ്രതിനിധിയായ ഒരാളാണ്. അദ്ദേഹം പുതുതായിട്ട് ജനപ്രതിനിധിയായതാണ്. പ്രതിപക്ഷ നേതാവിനെ പിതൃതുല്യനായി കാണുന്ന വ്യക്തിയാണ് ഇപ്പോ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയ അഭിവന്തിയായ ഒരു മാധ്യമ പ്രവർത്തക കൂടിയായ നടി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവര് ഏതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തക എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്കോ അല്ല ഈ വ്യക്തിയുമായി സൗഹൃദം ഉണ്ടാകുന്നത്. താൻ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാവി നേതാവെന്ന നിലയ്ക്കാണ് അദ്ദേഹത്തോട് പരിചയം ഉണ്ടാവുന്നത്. ആദ്യ പരിചയത്തിൽ തന്നെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് തങ്ങളുടെ പ്രവർത്തനം. പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോ ആ സുഖസൗകര്യങ്ങളാണ് തങ്ങളുടെ ജീവിത വഴികൾ എന്നാണ് വ്യക്തമാക്കുന്നത്. മഹാത്മാഗാന്ധി എന്നൊരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് മറന്നു പോകരുത്. ഒരു പെൺകുട്ടി, അതും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഉറച്ച ബന്ധമുള്ളൊരു പെൺകുട്ടി, പ്രതിപക്ഷ നേതാവാണ് ഈ പ്രതികരിക്കേണ്ടത്. ഞാൻ ന്യൂസ് 18 ചാനലിൽ ബഹുമാനപ്പെട്ട വി ഡി സതീശനോട് പറയുന്നു, പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് എന്താണ്? അങ്ങയ്ക്ക് വ്യക്തിബന്ധമുള്ള, അങ്ങയുടെ മണ്ഡലത്തിൽപ്പെട്ട, അങ്ങയെ പിതൃതുല്യനായി കാണുന്ന ഒരു വ്യക്തി ഇപ്രകാരം ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അയാൾക്ക് നിയമസഭയിൽ സീറ്റ് കിട്ടുന്ന നിലയ്ക്ക് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ശരി അനിൽകുമാർ, നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതിരോധിക്കാൻ പിടാപ്പാട് പെടേണ്ടി വരും കോൺഗ്രസ് നേതാക്കൾ എന്ന കാര്യത്തിൽ സംശയമില്ല. KPCC അധ്യക്ഷൻ കൊച്ചിയിലുണ്ട്. അദ്ദേഹത്തെ കാത്ത് മാധ്യമങ്ങൾ പുറത്ത് ഗസ്റ്റ് ഹൗസിന് പുറത്തുണ്ട്. സംസാരിക്കുമോ എന്ന കാര്യം കാത്തിരുന്നു കാണണം.